വെൽക്കം ടു ഹെലൻ റിയാക്സ്. കാലാപാനി സീരീസ് കണ്ടു തീർത്തു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ റിലീസായ സീരീസാണ്. ഞാൻ കുറച്ച് നാളായി കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് തീർന്നത്. അപ്പോൾ കാലാപാനി സീരീസിനെ പറ്റിയാണ് ഇന്നത്തെ രമേഷ് സക്സേന എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ സീരീസിന്റെ ക്രിയേറ്റർ. അപ്പം സീരീസ് സെറ്റ് ചെയ്തേക്കുന്ന ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ്. അപ്പം ഇവിടെ 2027 കഥ നടക്കുന്നത്. അപ്പോൾ 2027 അവിടെ ഒരു പാൻഡമിക് വരെയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ സീരീസ്. അപ്പോൾ 7 എപ്പിസോഡ്സ് ആയിട്ടാണ് ഈ സീരീസ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു 7 to 7.5 മണിക്കൂർ ടൈം ഡ്യൂറേഷൻ ഉള്ള ഒരു സീരീസാണ് ഫുൾ എടുത്ത് നോക്കുമ്പോൾ. സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പം കാലാപാനി ആ ജയിൽ കാണിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക, നമ്മൾ വ്യൂവറിനെ ഒന്ന് ഭയപ്പെടുത്തിക്കൊണ്ടാണ് ആ സീരീസ് തുടങ്ങുന്നത്. അതായത് കാലാപാനി ആ ജയില്, അവിടുത്തെ എന്താ പറയുക, അവിടെ ഡെത്തിൻ്റെ ഒരു സ്ഥലമാണെന്നുള്ള രീതിയിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലേക്ക് വരുന്ന ഇന്ത്യയിൽ ചെല്ലുന്ന ഒരാളെ അതിലൊരു മെയിൻ ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊക്കെയാണ് ആ സീരീസ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സീനാണ്. അതായത് അവിടെ ഒറാക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ട്രൈബൽ ഗ്രൂപ്പ് എന്താണ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല. കുറച്ച് ആളുകൾ വന്ന് അവിടുത്തെ എന്താ വാട്ടർ കണക്ഷൻ അവിടെ കട്ട് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊരു കുഞ്ഞു കുട്ടി അവിടെ വെള്ളം എടുക്കാൻ വരുമ്പോഴാണ് ഇങ്ങനെ ഇവർ വന്ന് ഈ വാട്ടർ പൈപ്പ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവര് വില്ലന്മാരാണോ അതോ ഇവർ നല്ല ആൾക്കാരാണോ എന്നുള്ള ഒരു ഐഡിയ ഒന്നും അപ്പോൾ കിട്ടില്ല. അപ്പം നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും ഇതെങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകണേന്ന് പറയാൻ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ ഇങ്ങനെ ഒരു പാൻഡമിക് സ്പ്രെഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കണം. അവിടെ നിന്ന് എല്ലാ ഫ്ലൈറ്റ്സും അതുപോലെ എല്ലാ ട്രാവലിംഗ് മോഡും പുറത്തേക്ക് ക്യാൻസൽ ചെയ്യണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു തിരക്കുണ്ടല്ലോ. എല്ലാ പാൻഡമിക്കിനെ പറ്റി അറിയുമ്പോൾ ഒരു പോലീസുകാരുടെ ഇടയിലും മന്ത്രിമാരുടെ ഇടയിലൊക്കെ ഉള്ള ഒരു റഷ് ഉണ്ടല്ലോ. ആ റഷൊക്കെയാണ് പിന്നെ വരുന്നത്, ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു റഷ്. അപ്പോൾ ആ റഷ് കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് മനസ്സിലാവും ഈ ഡിസീസ് വാട്ടർ ബോൺ ആണ്, വെള്ളത്തിൽ നിന്നാണ് ആൾക്കാർക്ക് ഈ അസുഖം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. കഥയും നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അത് കഴിഞ്ഞ് ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്ന വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഈ വാട്ടർ ബോൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഭീകരത അവിടെ കൂടുകയാണ്. ഇത്രയും വെള്ളം മാത്രമുള്ള ഒരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട സ്ഥലത്ത് വെള്ളം കൊണ്ട് അസുഖം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര പേര് മരിക്കും, അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്നൊരു പേടി നമ്മുടെ മനസ്സിൽ വരും. അപ്പം അങ്ങനെ ഈ സീരീസ് മുന്നോട്ട് പോകുമ്പോൾ മാത്രമല്ല, ഈ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല സ്ഥലത്തു നിന്നും ടൂറിസ്റ്റുകൾ, അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്, അത് കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ പൂർണിമ ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, അവർ ഒരു ചാരിറ്റി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ഫാമിലി അവർ ഭയങ്കര റിച്ചാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഭയങ്കര ചാരിറ്റി പ്രോഗ്രാമിനൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ ഭയങ്കര എന്താ പറയുക, അവിടെയുള്ള ആളുകൾ, അവിടെ നിൽക്കുന്ന ആളുകളെ എല്ലാം അടച്ചിടുകയാണ്. അവർക്ക് പുറത്തു പോകാൻ പറ്റാതെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും പാൻഡമിക് ആയതുകൊണ്ട് അസുഖങ്ങൾ സ്പ്രെഡ് ആകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ, അതായത് പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് ഈ അസുഖം സ്പ്രെഡ് ആവുന്നതാണ്. അപ്പോൾ ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അസുഖം കൂടിയിട്ട് പിന്നെ ഒന്ന് കുറയും. അത് കഴിഞ്ഞ് ഒറ്റ കൂടലായിരിക്കും. അപ്പോൾ നമുക്ക് എക്കിള് വരും. എക്കിള് വന്നിട്ട് അതാണ് അതിൻ്റെ ഫൈനൽ സിംറ്റം. അപ്പോൾ എക്കിള് വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകും. കഴുത്തിൻ്റെ പുറകെ ഒരു പാടൊക്കെ വരുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് സിംറ്റം. അങ്ങനെ ഈ ഒരു അസുഖത്തിനെ പറ്റിയുള്ള കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനൊക്കെ ആയിട്ട് സീരീസ് മുന്നോട്ട് പോകും. ഈ പൈപ്പ് ലൈൻ മുറിച്ച ആൾക്കാർ, അവരൊരു ഒറാക്ക എന്ന് പറഞ്ഞ ട്രൈബ്സ് ആണ്. അപ്പോൾ അവർ പൈപ്പ് ലൈൻ മുറിച്ചത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാവും. അവർ വില്ലന്മാരല്ല, അവർ നല്ല ആൾക്കാരാണ്, അവർ സെൽഫ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളൊരു മെസ്സേജൊക്കെ സീരീസിൽ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പാൻഡമിക്കായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഇമോഷണൽ മൊമെൻറ്റ്സ് ഉണ്ടാവും. ഫാമിലികൾ വരുന്നുണ്ട്. അപ്പോൾ ഫാമിലികളിലുണ്ടാവുന്ന ഇമോഷണൽ മൊമെൻറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കാസ്റ്റ് പ്രോബ്ലം ഒക്കെ അവർ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ സീരീസ് പോകുന്നു. അപ്പോൾ ഈ സീരീസിനെ പറ്റി പറയാനാണെങ്കിൽ, ഈ സീരീസിൽ ഗൂസ് ബം മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി കിട്ടിയില്ല, കുറച്ച് കുറവായിരുന്നു. എന്താ പറയുക, നമുക്ക് അതുപോലെ തന്നെ അതിൽ ഹസാറോ ലോഗ് മരിക്കുകയാണെന്ന് എപ്പോഴും പറയുന്നുണ്ട്. കൂടെ അങ്ങനത്തെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. പക്ഷേ ഈ ഹസാറോം ലോകം മരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത എനിക്ക് അവിടെ കിട്ടിയില്ല. മരണത്തിൻ്റെ ഒരു ഭീകരത എന്ന് പറയില്ല, ആ ഭീകരത അവിടെ വന്നോന്ന് എനിക്ക് പേഴ്സണലി വന്നോന്ന് എനിക്കൊരു ഡൗട്ടാണ്. മാത്രമല്ല
ഇപ്പോൾ നമ്മൾ വൈറസ് സിനിമയൊക്കെ കണ്ട് അതും ഒരു പാൻഡമിക് ആയിട്ടുള്ള പാൻഡമിക് റിലേറ്റഡ് സിനിമയാണ്. അതിൽ ഇതുപോലെ നമ്മൾ മരണത്തിൻ്റെ ഒരു ഭീകരത നമുക്ക് അവിടെ എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല നല്ല ഭീകരമായിട്ട് തന്നെയാണ് തോന്നിയത്. അത്രയും ഒരു ഭീകരത ഇവിടെ കിട്ടിയെന്ന് എനിക്ക് സംശയമാണ്. മാത്രമല്ല ഇവിടെ കൂടുതലും ഈ സീരീസിൽ കൂടുതലും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിക് ആയിട്ടാണ് സീരീസ് പോയത്. അതുകൊണ്ട് ഒരു പേടിപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. എന്നുവെച്ചാൽ മരണത്തിൻ്റെ ഭീകരത വരുത്തുന്ന രംഗങ്ങളുണ്ടോ എന്നുള്ളത് കുറവാണ്, ബേസിക്കലി കുറവാണ്. കുറവാണ് അങ്ങനെയാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന്റെ ഭംഗിയൊക്കെ നല്ലോണം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില ഡാർക്ക് സീൻസ് ഒക്കെ വരുമ്പോൾ, ഓൾറെഡി ഈ സീരീസ് കുറച്ച് ഡാർക്കാണ്, അപ്പോൾ ഡാർക്ക് സീൻസ് വരുമ്പോൾ ഇതിൽ എന്താ പറയുക, നമുക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ പറ്റാത്ത പാകത്തിന് ഉള്ള ഒരു ഡാർക്ക്നെസ് ആണ് ചില സീൻസിൽ ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് പറഞ്ഞിട്ടാണോ അതോ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ അതോ ഇനി സീരീസിൽ ഡാർക്കായിട്ടാണോ എന്ന് എനിക്ക് പല സമയത്തല്ല ചില സമയത്തൊക്കെ എനിക്ക് സംശയം വന്നു. എന്തായാലും അതെൻ്റെ ഫോണിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ എൻ്റെ കണ്ട കുഴപ്പമോ അല്ലായിരുന്നു, അത് ഡാർക്കായിരുന്നു എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ 2-3 തവണ അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സോ അങ്ങനെ അത് കുറച്ചൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. പിന്നത്തെ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഈ സീരീസ് ഒരു 7 to 7.5 മണിക്കൂറുകളുണ്ട്. അപ്പോൾ ഭയങ്കര സ്ട്രെച്ചിങ് ആണ് ഈ സീരീസിൽ. ഫ്ലാഷ് ഒരു എന്താ പറയുക, ഫ്ലാഷ് ബാക്സിൻ്റെ അയ്യരുകളി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. കാരണം ഒരു ഫ്ലാഷ് ബാക്ക് വന്നു, ഓക്കെ, നമുക്ക് ഫ്ലാഷ് ബാക്സ് എപ്പോഴും നല്ലതാണ്, നമുക്ക് ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്യാൻ എപ്പോഴും നല്ലൊരു കാര്യം ഫ്ലാഷ് ബാക്സ്. പക്ഷെ ഈ സീരീസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സീരീസിൽ ഒരുപാട് ഫ്ലാഷ് ബാക്സ് ഉണ്ട്. ഒരു പ്രസൻറ്റിലൊരു കഥ മുന്നോട്ട് പോവും, ഒരു 10-15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒരു ഫ്ലാഷ് ബാക്കാണ്. സ്കൂളിലെ ഫ്ലാഷ് ബാക്ക്, കോളേജിലെ ഫ്ലാഷ് ബാക്ക്, അതിന് മുന്നത്തെ ഫ്ലാഷ് ബാക്ക്, അങ്ങനെ നിറച്ച് ഒരു ഫ്ലാഷ് ബാക്ക് കുറേ ഉള്ള ഒരു സീരീസ് ആയിരുന്നു. അപ്പം നമുക്കിങ്ങനെ ആദ്യമൊക്കെ ഫ്ലാഷ് ബാക്ക് കാണുമ്പോൾ ഓക്കെ, ഫ്ലാഷ് ബാക്ക് നല്ലതാണെന്ന് തോന്നില്ല, കഥയുടെ കൂടെ പോകുന്നു. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുമ്പോൾ ഇത് ഫ്ലാഷ് ബാക്ക് സീരീസ് പോലെ എന്നുവെച്ചാൽ ഫുള്ള് ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. ഭയങ്കര സ്ട്രെച്ചിങ് ആയിരുന്നു. നമ്മൾ 7 മണിക്കൂർ എവിടെയൊക്കെയോ നമ്മൾ സാധാരണ ചില സീരീസുകൾ കാണുമ്പോൾ നമുക്ക് സ്കിപ്പ് അടിക്കാൻ തോന്നാത്തടത്താണ് ഒരു സീരീസിൻ്റെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സീരീസ് എന്ന് പറയുമ്പോൾ സ്കിപ്പ് അടിക്കാൻ തോന്നുന്ന ഒരു സീരീസ് ആയിരുന്നു. ചില ഒക്കേഷൻസ് ഞാൻ സ്കിപ്പ് അടിച്ചു. പേഴ്സണലി എനിക്കിത് ഭയങ്കര സ്ട്രെച്ചിങ് ആയിട്ട് തോന്നി. ഒരുപാട് നാളെടുത്താണ് ഞാൻ ഈ സീരീസ് ബേസിക്കലി കണ്ടു തീർത്തത്. എത്ര പേർക്ക് ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇതിങ്ങനെ അല്ലായിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. സർവൈവൽ ഡ്രാമ സീരീസ് ആണ്. അതുകൊണ്ട് എന്താ, നമ്മൾ സെൽഫിനെയാണോ ഹെൽപ്പ് ചെയ്യുന്നത്, ഫാമിലിനെയാണോ ഹെൽപ്പ് ചെയ്യുന്നത്, ആൾക്കാരെയാണോ ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ ഒരു ഇമോഷണൽ എന്താ പറയുക, ഇമോഷണൽ റോളർ കോസ്റ്ററിലൊക്കെ ക്യാരക്ടേഴ്സ് വരുന്നത് നമ്മൾ കാണും. പിന്നെ സെൽഫിഷായിട്ട് ആദ്യം വരുന്ന ഒരു ക്യാരക്ടർ അവസാനെത്തുമ്പോൾ സെൽഫ്ലെസ്സായി മാറുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ഇത് മസ്റ്റ് വാച്ചബിൾ ആണോ എന്ന് പറഞ്ഞാൽ പേഴ്സണലി ഞാൻ പറയും, ഇത് കണ്ടില്ലെങ്കിലും നമുക്ക് നഷ്ടമില്ല. പക്ഷെ കണ്ടാൽ ഓക്കെയാണ്. ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കറിയില്ല. എനിക്കിത് ഭയങ്കര സ്ട്രെച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾ ആരെങ്കിലും ഈ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. സോ അതാണ് കാലാപാനി സീരീസിനെ പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ. താങ്ക് യു.